സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലീഡ് കളക്ട് ചെയ്തിട്ട് അതിനെ ഓട്ടോമേഷനിലേക്ക് കൊണ്ടുപോകാം. ഇത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഞാൻ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും ഒരു നല്ല സ്ട്രാറ്റജി പ്ലസ് ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് അവരുടെ ഇൻഫർമേഷൻ എടുക്കാം, കൂടാതെ എങ്ങനെ അവരെ ഫർദർ ഫോളോ അപ്സിലേക്കൊക്കെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. സോ ശ്രദ്ധിച്ച് ഇരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ സീക്വൻസ് ആണ്. ഇതല്ലാതെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതാണ്. അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നത്, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ട് ഒരാൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ആ മെസ്സേജിനെ റീഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അയാളുടെ പേരിൽ ഒരു ടാഗ് ആഡ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്പെഷ്യൽ ടാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടാഗ് കാണാൻ പറ്റും. ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്ന ആൾക്കാർ, ഇവരെയാണ് ഞാൻ ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് എത്ര പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ടാഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 4626 പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, യുണീക് കോണ്ടാക്ട്സ്. അപ്പോൾ ഈ 4626 ലിസ്റ്റ് എനിക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസിന്റെ ഓരോ മെസ്സേജിനും ടാഗ് ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയത്. അതർവൈസ് ടോട്ടൽ 47,000-ഓളം കോണ്ടാക്ട് ഉണ്ട്. അതിനകത്ത് 4000 മെസ്സേജസ് യുണീക് കോണ്ടാക്ട്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ടാഗ് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ടാഗ് ആഡ് ചെയ്തതിന് ശേഷം ഒരു മെസ്സേജ് അയക്കുന്ന കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റണം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് അയക്കാം അതും നമുക്ക് കാണാം. ഇത് കൂടാതെ ഈ വരുന്ന മെസ്സേജിലേക്ക് നമ്മളൊരു ലീഡ് ഫോം അയച്ചു കൊടുത്ത് ആ ലീഡ് ഫോം വഴി ഡാറ്റ കളക്ട് ചെയ്ത് അത് CRMലേക്ക് സേവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഫർദർ അവരെ സെയിൽസ് പൈപ്പ് ലൈനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഇനി ഇതോടൊപ്പം തന്നെ ആ ഫോമിൽ ഡാറ്റ സബ്മിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് അവരെ വാട്സപ്പിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ആ മൊമെന്റ് മുതൽ ആ വ്യക്തിനെ സെയിൽസിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള പല പല പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം. ഓക്കെ, സോ ഞാൻ ഏറ്റവും ആദ്യം എപ്പോഴും നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങണം എന്നാണ് എപ്പോഴും പറയുക. കാരണം ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്താണോ അത് ആദ്യം നമ്മൾ ഇംപ്ലിമെന്റേഷനിൽ കൊണ്ടുവരണം. അതിനുശേഷം വേണം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീച്ച് ഔട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എപ്പോഴും എക്സിക്യൂഷനിൽ, ബിൽഡിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് ആണ് അത് ബിൽഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് പൈപ്പ് ലൈൻ ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ വാട്സാപ്പ് മെസ്സേജ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓൾറൈറ്റ്, സോ സെയിൽസ് പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എന്താണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു യൂസ് കേസ് വേണമെങ്കിൽ എടുക്കാം. കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കസ്റ്റമൈസ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമുക്കൊരു യൂസ് കേസ് ആയിട്ട് എടുക്കാം. സോ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പൈപ്പ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പൈപ്പ് ലൈൻ എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളുടെ സെയിൽസിന്റെ സ്റ്റേജസ് ആണ്. സോ ഗോയിങ് ടു ഓപ്പർച്യൂണിറ്റീസിൽ ഞാൻ മുകളിൽ പൈപ്പ് ലൈൻസ് എന്ന് കാണാൻ പറ്റും. ക്രിയേറ്റ് ന്യൂ പൈപ്പ് ലൈൻ.
DM course for businesses. Okay. അല്ലെങ്കിൽ say DM course for companies. Stage 1, new lead, then contacted, interested, advance paid. ഓക്കെ, സോ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സെയിൽസിലെ സ്റ്റേജസ് ആണ്. അപ്പൊ ഈ സ്റ്റേജസിൽ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഞാൻ നടത്താൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുന്ന എൻക്വയറീസിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ന്യൂ ലീഡ് കളക്ട് ചെയ്യുക, 2 അവരെ കോൺടാക്ട് ചെയ്യുക, 3 വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണ്, പിന്നെ അതിനുശേഷം അവർ അഡ്വാൻസ് പേയ്മെന്റ് അവർ ചെയ്തു. സോ ക്ലിക്ക് സേവ്. ഇപ്പൊ DM കോഴ്സ് ഫോർ കമ്പനീസ്. അപ്പൊ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, നമ്മുടെ പൈപ്പ് ലൈന്റെ പേരെന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് മറന്നുപോകും. അപ്പൊ ഈ പൈപ്പ് ലൈൻ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് ക്രിയേറ്റ് ചെയ്യേണ്ടത് വാട്സാപ്പ് ടെംപ്ലേറ്റ് ആണ്. ഈ വരുന്ന ഡീറ്റെയിൽസിന് നമുക്ക് ഫോളോ അപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് എന്താണോ നമ്മൾ കൊടുക്കുന്ന ഫോളോ അപ്പ് മെസ്സേജ്. ഓക്കെ, സോ ഞാൻ ഇവിടെ വാട്സാപ്പിലേക്ക് പോവാണ്. എന്നിട്ട് ടെംപ്ലേറ്റ്സ്, ക്രിയേറ്റ് ടെംപ്ലേറ്റ് ഞാൻ പേര് കൊടുക്കുകയാണ്, DM കോഴ്സ് ഫോർ കമ്പനീസ്. ഫോളോ അപ്പ്. വാട്സാപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസ് കൊടുക്കാൻ പറ്റില്ല, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ പറ്റില്ല, അണ്ടർലൈൻ വേണം നിങ്ങൾക്ക് സ്പേസിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, കാറ്റഗറി ഇസ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്, ലാംഗ്വേജ് മലയാളം. ഇനി എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടന്റ്? ഇതാണ് ഇനി അടുത്തത് നമുക്ക് എഴുതേണ്ടത്. സോ ഞാനിവിടെ ടെക്സ്റ്റ് ഇൻപുട്ട് എടുക്കുകയാണ്. സോ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നു താങ്ക് യു ഫോർ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ആരാണ്? ഇതിലിപ്പോ അല്ല, ഞാൻ ഷാവുലാണ് സാർ. ഇതിൽ ഏത് സൈറ്റാണ് ഇപ്പൊ നമ്മളിത് ചെയ്തത്? ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ ചെയ്ത് നോക്കുമ്പോഴേ ഏത് സൈറ്റിലാണ് ചെയ്യേണ്ടത്? എങ്ങനെ? ഷാവുൽ ഒന്ന് ഈ സെഷൻ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യോ, ഡൗട്ട്സ് ചോദിക്കാനായിട്ട്. അല്ല, ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റുമോ? അല്ല, ഈ വീഡിയോ അയച്ചു തരുമല്ലോ. ശരി ശരി. ഓക്കെ, സോ നമുക്ക് വരുന്ന ഓരോ മെസ്സേജിനും നമ്മൾ ഫോളോ അപ്പിൽ കൊടുക്കുന്ന മെസ്സേജ്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇതാണ് നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ ടൈറ്റിൽ വരുന്നത്. നമ്മൾ ഫോളോ അപ്പ് മെസ്സേജിന് അയക്കുന്ന ടൈറ്റിൽ വരുന്നത് താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഫർദർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാണ്. അത് നമുക്ക് ഇവിടെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ ടെക്സ്റ്റ് ഇൻപുട്ട് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടും. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് കമ്പനികൾക്ക് വേണ്ടിയുള്ള 3 മാസത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് താല്പര്യം കാണിച്ചതിന് നന്ദി. ഈ കോഴ്സ് ഓരോ സ്ഥാപനത്തിൻ്റെയും സ്റ്റാഫിനോ
സംരംഭകനോ പങ്കെടുക്കാം. ഈ കോഴ്സിൽ ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാഫിനോ സംരംഭകനോ ഒരു കോഴ്സിലെ കോഴ്സിൽ ക്ലാസുകൾ ലൈവ് ആയും റെക്കോർഡഡ് ആയും ലഭിക്കുന്നതാണ്. കോഴ്സ് 3 മാസം ഓരോ ദിവസവും 1 മണിക്കൂർ ലൈവ് ആയിട്ടായിരിക്കും. ഇനി കോഴ്സ് മാസം ഓരോ ദിവസവും ഇനി ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് കോഴ്സ് ഫീസ് വെറും 20,000 രൂപയാണ്. ഓക്കെ, അഡ്വാൻസ് 10,000 അടച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക. ഫോൺ നമ്പർ കൊടുത്തു. ഓക്കെ, സോ ഈ മെസ്സേജ് ആണ് നമ്മൾ വാട്സപ്പിൽ ഫോളോ അപ്പിന് കൊടുക്കുന്നത്. സോ ഒന്നുകൂടെ വായിച്ചു നോക്കാം. കമ്പനികൾക്ക് വേണ്ടിയുള്ള 3 മാസത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് താല്പര്യം കാണിച്ചതിന് നന്ദി. ഈ കോഴ്സ് ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാഫിനോ സംരംഭകനോ പങ്കെടുക്കാം. ഈ കോഴ്സിൽ ക്ലാസുകൾ ലൈവ് ആയും റെക്കോർഡായും ലഭിക്കുന്നതാണ്. കോഴ്സ് 3 മാസം ഓരോ ദിവസവും 1 മണിക്കൂർ ലൈവ് ആയിട്ടായിരിക്കും. കോഴ്സ് ഫീസ് വെറും 20,000 രൂപയാണ്. അഡ്വാൻസ് 16 സീറ്റ് ബുക്ക് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ മെസ്സേജ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ വാട്സ്ആപ്പ് ടെംപ്ലേറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോളോ അപ്പിന് വേണ്ടി അയക്കുന്ന മെസ്സേജ് ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫൂട്ടർ കൊടുക്കാം. ക്ലാസ്സസ് വിൽ ബി ടേക്കൺ ബൈ മിസ്റ്റർ സുബില and team. Limited seats. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടെംപ്ലേറ്റ് വാട്സാപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹെഡർ ഫയൽ ക്യാൻ ബി ഹെഡർ ഫയൽ. താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ്. സേവ്, ക്രിയേറ്റ്. footer is save. നമുക്ക് ഹെഡറിലും ഫൂട്ടറിലും 60 ക്യാരക്ടേഴ്സേ പറ്റുള്ളൂ. അപ്പോൾ അത് ക്രിയേറ്റ് ആയി. അപ്പോൾ ടെംപ്ലേറ്റ് വാട്സാപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സെയിൽസ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തു, വാട്സാപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വരുന്ന ലീഡ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി നമ്മൾ പോകുന്നത് സൈറ്റ്സിലാണ്. സൈറ്റ്സിനകത്ത് ഫോംസ് ഉണ്ട്. ഫോംസിനകത്ത് നിങ്ങൾക്ക് പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യാം. ആഡ് ഫോം, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഫോമിന് പേര് കൊടുക്കുക. DM കോഴ്സ് ഫോർ companies, lead form. Okay, ഇനി എലമെന്റ്സ് നിങ്ങൾക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ ഞാനൊരു ടൈറ്റിൽ ആഡ് ചെയ്യാണ്.
ഷോ ഇൻട്രസ്റ്റ് ഫോർ ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ്. സൈസ് ഷോ ഇൻട്രസ്റ്റ് ഫോർ ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ്. പേര്, ഫുൾ നെയിം, ഇമെയിൽ, ഫോൺ. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ നെയിം ആണ്. ഓർഗനൈസേഷൻ നെയിം ആഡ് ചെയ്തു. മാൻഡേറ്ററി ആക്കുക. എന്തൊക്കെയാണോ മാൻഡേറ്ററി ആക്കേണ്ടത് അതെല്ലാം മാൻഡേറ്ററി ആക്കുക. ബട്ടന്റെ ടെക്സ്റ്റ് മാറ്റുക. ബട്ടൺ എന്നുള്ളത് മാറ്റിയിട്ട് സബ്മിറ്റ് ആക്കുക. ഓക്കെ. ഇനി സെറ്റിങ്സിൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു താങ്ക് യു മെസ്സേജ് കാണിച്ചാൽ മതി. താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ടൈം ടു കംപ്ലീറ്റ് ദിസ് ഫോം. വി വിൽ കോൺടാക്ട് യു സൂൺ. അപ്പോൾ ഈ ഒരു മെസ്സേജ് ആയിരിക്കും അവർ ഫോം സബ്മിറ്റ് ചെയ്ത് വരുമ്പോൾ അവർ കാണുന്നുണ്ടായിരിക്കുക. ആൻഡ് സേവ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫോമിന്റെ പ്രിവ്യൂ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇങ്ങനെയായിരിക്കും ആ ഫോം അവർക്ക് കാണുക. ഷോ ഇൻട്രസ്റ്റ് ഫോർ ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ്. അല്ലെങ്കിൽ വേണ്ട, ഇത് കുറച്ചും കൂടെ അപ്ലൈ ഫോർ ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ. ഓക്കെ, സേവ്. ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൽ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ആയി, CRM ഓൾറെഡി അവിടെ ഉണ്ട്, ഫോം ക്രിയേറ്റ് ആയി, വാട്സപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യണം. ഓക്കെ, ഈ മെസ്സേജസ് രണ്ടും ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ടാഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടാഗ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ ഒരു ടാഗും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസിന് വേണ്ടിയിട്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. സെയിൽസ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയാം, വാട്സാപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയാം. ഓക്കെ, ഇനി ഓട്ടോമേഷൻ വഴി നമ്മൾ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ ഈ എൻക്വയറി ചെയ്യുന്ന ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ആ മെസ്സേജ് നമുക്കൊന്ന് ഡ്രാഫ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ ഇടും അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടും, എന്നിട്ട് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ കീവേഡ് മെസ്സേജിൽ അയക്കാൻ പറയും. ആ കീവേഡ് വരുന്ന സമയത്ത് നമ്മളുടെ ഈ റിപ്ലൈ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി അവർക്ക് പോകും. ഓക്കെ, ആ മെസ്സേജ് എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് താല്പര്യം കാണിച്ചതിന് നന്ദി. കൂടുതൽ വിവരങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ വേണ്ട, കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം നിറയ്ക്കുക. എന്നിട്ട് ഇതാണ് നമ്മളുടെ ഫോമിന്റെ ലിങ്ക്. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ആ മെസ്സേജിന്റെ കൂടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് താല്പര്യം കാണിച്ചതിന് നന്ദി. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം നിറയ്ക്കുക. വേണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഹലോ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ മെസ്സേജ് ആണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ഓട്ടോമേഷൻ. ഓക്കെ, ഇവിടെ ഓട്ടോമേഷൻ ഉണ്ട്. ഓട്ടോമേഷൻ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എൻറ്റയർ ഓട്ടോമേഷൻ ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻസ് എന്ന് പറഞ്ഞ സെഷനിൽ എങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ CRM ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം. അത് ഇതിന് മുന്നത്തെ ഇന്റഗ്രേഷന്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിവിടെ പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാണ്. വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റിപ്ലൈ മെസ്സേജ് അയക്കാൻ പോകുന്ന മെസ്സേജിനെ ഞാൻ ഓട്ടോമേഷനിൽ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ആദ്യം ഞാൻ ആക്ഷൻ ആണ് ആഡ് ചെയ്യുന്നത്. ആക്ഷൻ ഓട്ടോമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ട്രിഗർ, ആക്ഷൻ. എപ്പോഴും ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ അതിനൊരു ആക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിന് പേര് കൊടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ കമ്പനീസ് ഇൻസ്റ്റാ
ഓട്ടോമേഷൻ പേര് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റയിൽ മെസ്സേജ് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അടുത്ത സ്റ്റെപ്പ് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഈ അയക്കുന്ന മെസ്സേജിനെ നമുക്ക് ഓട്ടോമേഷനിൽ ആഡ് ചെയ്യാം. അതിന് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഇൻസ്റ്റാഗ്രാം DM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അവർക്ക് അയക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ടെംപ്ലേറ്റ് ആസ് സച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളോട് മെസ്സേജ് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഹലോ, പേഴ്സണലൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്റ്റിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യാം. ഹലോ, പേര്, കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് താല്പര്യം കാണിച്ചതിന് നന്ദി. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം നിറയ്ക്കുക. മൈ ടീം വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഓക്കെ, അപ്പൊ ഈ ഒരു മെസ്സേജ് നമ്മൾ ഇവിടെ സേവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇൻസ്റ്റാഗ്രാം DM ഒരു പേര് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോം. ഈ മെസ്സേജ് കൊടുക്കുന്ന പ്രോസസ്സ് നമ്മൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അതെന്തിനാ? കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ഫോളോ അപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഓട്ടോമേഷൻസിൽ വെയിറ്റ് ഫോർ 1 hour. ഓക്കെ, സോ ഐ വിൽ സേ 1 hour. സേവ്. ഇനി നമ്മൾ ആദ്യത്തെ മെസ്സേജ് റിപ്ലൈ കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മെസ്സേജും കൂടെ അയക്കുകയാണ്. ചിലപ്പോൾ അവര് ആ ഫോം ഫില്ല് ചെയ്യാതെ വിട്ടു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്താൽ ചിലപ്പോൾ അവരത് ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കോഴ്സിന് വേണ്ടിയുള്ള ഫോം നിറയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മേലെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിക്കുക. സീറ്റുകൾ പരിമിതമാണ്. സോ നമുക്ക് ഈ ഒരു മെസ്സേജ് ബേസിക്കലി ഇതൊരു റിമൈൻഡർ മെസ്സേജ് ആണ്. നമുക്ക് അവര് ഇനി ആ ഫോം ഫില്ല് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ അഗൈൻ ഇൻസ്റ്റാഗ്രാം DM എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എടുത്തിട്ട് റിമൈൻഡർ എന്ന് കൊടുക്കുക, പേര് കൊടുക്കുക. ദെൻ ആ മെസ്സേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. കോഴ്സിന് വേണ്ടിയുള്ള ഫോം നിറയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മേലെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കുക. സീറ്റുകൾ പരിമിതമാണ്. റിഗാർഡ്സ്. സേവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 സ്റ്റെപ്പും കൂടെ സേവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടാഗ് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ ടാഗ് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യം കണ്ട പോലെ നമ്മളുടെ എൻറ്റയർ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മൾ കുറെ കാലം മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റാബേസ് ബിൽഡായി വരും. അപ്പൊ നാളെ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആൾക്കാർ നാളെ തിരിച്ച് അങ്ങോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കണം, അവരുടെ പേര്, അവരുടെ സോഴ്സ് ഓഫ് ഡാറ്റ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ടാഗ് ആഡ് ചെയ്യാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ബാക്കിൽ നിന്നാണ് ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്ത് പോവാം. സോ ഞാനിവിടെ ആഡ് ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് കോൺടാക്ട് ടാഗ്. ഇതിനകത്ത് ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഇത് കൂടാതെ അത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്ന ആൾക്കാർ എന്നുള്ള ലിസ്റ്റിലേക്ക് എനിക്ക് ഇവരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടാഗ് ആഡ് ചെയ്യുന്നത്. ഒരു ടാഗും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. DM കോഴ്സ് ഫോർ കമ്പനീസ്. ഇതൊരു പുതിയ ടാഗാണ്, ഇത് മുന്നേ ഇല്ല. അപ്പൊ ഞാനിവിടെ ആഡ് ന്യൂ ടാഗ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ 2 ടാഗ് വരും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ
ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ടാഗ് ആഡ് ആവും. അപ്പൊ നാളെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവരുടെ ഡാറ്റ കിട്ടും. DM കോഴ്സ് ഫോർ കമ്പനീസ്. ഈ ടാഗ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഓൾറെഡി അറിയാം 4000-ന് മേലെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവര് തന്നെ ഇനിയും വീണ്ടും അയക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാർ മെസ്സേജ് അയക്കും. അപ്പൊ എല്ലാ മെസ്സേജും നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ഡാറ്റ മാത്രം മതി നമുക്ക്. എങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ തന്നെ ഒരു ടാഗ് ആഡ് ചെയ്യണം, DM കോഴ്സ് ഫോർ കമ്പനീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ 2 ടാഗ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരു മെസ്സേജ് വന്നാൽ, ലീഡ് വന്നാൽ ഉടനെ തന്നെ അവരുടെ പേരിന്റെ ഒപ്പം നമ്മൾ ഈ ടാഗ് ആഡ് ചെയ്തു. അപ്പൊ നാളെ എപ്പോ നിങ്ങൾക്ക് വേണമെങ്കിലും ഈ കോണ്ടാക്ടിന്റെ ഇൻഫർമേഷൻ നോക്കിയിട്ട് ഇവരെ എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 2, അതിനുശേഷം അവർക്ക് അയക്കാനുള്ള മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡെലിവർ ആവും. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു റിമൈൻഡർ മെസ്സേജും കൂടെ പോകും. ഓക്കെ, സോ ഇത്രയും നമ്മൾ ബിൽഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫോമിന്റെ ലിങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ ഫോം സബ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് അവരുടെ ഡാറ്റ CRM-ലേക്ക് സ്റ്റോർ ചെയ്യണം, വാട്സപ്പ് ഫോളോ അപ്പ് മെസ്സേജ് അയക്കണം, പൈപ്പ് ലൈനിലേക്ക് ആഡ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ, കാരണം ഇത് നമുക്ക് ചെയ്യാം, ഇത് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ ഒരു മെസ്സേജ് പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫോം സബ്മിഷന് ശേഷമുള്ള ഓട്ടോമേഷൻ ചെയ്യാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എൻറ്റയർ പ്രോസസ് ഒറ്റ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് മൾട്ടിപ്പിൾ വർക്ക് ഫ്ലോസ് വേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐഡിയ വേണം, എന്താണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അതിന്റെ പേരെന്താണ്, അത് എങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റണം. സോ ഒരു ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഫോം ഉണ്ട്. അപ്പൊ ഫോമിന് നമ്മൾ പേര് കൊടുത്തിരുന്നു. ആ ഫോമിന്റെ പേരാണ് DM കോഴ്സ് ഫോർ കമ്പനീസ്. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫോമിന്റെ. അപ്പൊ അത് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ പേര് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. എന്നിട്ട് ഈ പിക്ചർ സേവ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. വാട്സാപ്പ് ടെംപ്ലേറ്റിന് നമ്മൾ പേര് കൊടുത്തിരുന്നു, DM കോഴ്സ് ഫോർ കമ്പനീസ് ഫോളോ അപ്പ്. ഇതാണ് നമ്മൾ കൊടുത്തിരുന്ന ടെംപ്ലേറ്റിന്റെ പേര്. പൈപ്പ് ലൈനിന് നമ്മളൊരു പേര് കൊടുത്തിരുന്നു. ആ പൈപ്പ് ലൈനിന്റെ പേരായിരുന്നു DM കോഴ്സ് ഫോർ കമ്പനീസ്. ഇതായിരുന്നു നമ്മുടെ പൈപ്പ് ലൈനിന്റെ പേര്. അത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന ഓരോ ഇതും നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നാളെ ഒരുപാട് ഡാറ്റ വരുമ്പോൾ, ഒരുപാട് ഫോംസ് വരുമ്പോൾ, ഒരുപാട് ഫോളോ അപ്പ് മെസ്സേജസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ഏതാണ് എന്താണെന്നുള്ളത്. പിന്നെ ടാഗ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ടാഗ് ഇൻസ്റ്റാ റിപ്ലൈഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ടായിരുന്നു. കൂടാതെ മറ്റൊരു ടാഗ് ഉണ്ടായിരുന്നു, DM കോഴ്സ് ഫോർ കമ്പനീസ്. ഇങ്ങനെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ടാഗാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 2 ടാഗും നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുക. ഓക്കെ, ഈ 2 ടാഗാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി റിപ്ലൈ മെസ്സേജ് എന്താ കൊടുത്തിരുന്നതെന്നുള്ളത് ഓട്ടോമേഷനിൽ നോക്കിയാൽ മതി. ആ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോന്റെ നെയിമും കൂടെ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഒന്നാമത്തെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് പേരെന്തായിരുന്നു? DM ഫോർ കമ്പനീസ് ഇൻസ്റ്റാ ഓട്ടോമേഷൻ. DM ഫോർ കമ്പനീസ് ഇൻസ്റ്റാ ഓട്ടോമേഷൻ. ഇതാണ് നമ്മളുടെ ആദ്യത്തെ വർക്ക് ഫ്ലോന്റെ പേര്. വർക്ക് ഫ്ലോസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനും പേര് ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഡാറ്റ എന്നുള്ളത് എവിടെല്ലായിടത്തും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നാളെ നമുക്കത് ബുദ്ധിമുട്ടാവും അത് കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ട്രിഗർ വേണം. ഓക്കെ, ട്രിഗർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ വരുന്ന എല്ലാ മെസ്സേജിനും നമുക്ക് റെസ്പോൺസ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പെർട്ടിക്കുലർ കീവേഡ് വരുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഈ എൻറ്റയർ പ്രോസസ്സ് റൺ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട്
നമ്മളൊരു പെർട്ടിക്കുലർ കീവേഡ് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ കീവേഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ് ഓക്കെ, ലെറ്റ്സ് എ DMCC, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ്, DMCCs എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കീവേഡ് കൊടുക്കാം. ഇപ്പോ കീവേഡ് DMCC എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കീവേഡ് വരുമ്പോഴാണ് നമ്മൾ ഈ ഓട്ടോമേഷൻസ് എല്ലാം ട്രിഗർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ട്രിഗർ ചെയ്യത്തില്ല. ഓക്കെ, സോ DMCC എന്ന് പറയുന്ന കീവേഡ് നമുക്ക് ഇവിടെ ഓട്ടോമേഷനിൽ ആഡ് ചെയ്യാം. ഓട്ടോമേഷനിൽ ട്രിഗർ എടുക്കുക, ട്രിഗർ എടുത്തിട്ട് കസ്റ്റമർ റിപ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കസ്റ്റമർ റിപ്ലൈഡ് ഇൻ Instagram, say IG, digital marketing course for companies, DMCC. ഓക്കെ, ഇനി ഫിൽറ്റർ എടുക്കണം. കസ്റ്റമർ റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലിലും കസ്റ്റമർ റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓട്ടോമേഷൻ ട്രിഗർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് വേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ മാത്രമാണ്. സോ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇവിടെ റിപ്ലൈ ചാനൽ, ആദ്യം ചാനൽ സെലക്ട് ചെയ്യണം, അത് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം DM റിപ്ലൈ മെസ്സേജ് വരുന്ന സമയത്ത് മാത്രമാണ് ഇത് ട്രിഗർ ആവുള്ളൂ. അതും ഏതെങ്കിലും കണ്ടെയ്ൻസ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ DMCC എന്ന് നമ്മളോട് കൊടുക്കുകയാണ്. അതായത് DMCC എന്ന് പറയുന്ന വാക്ക് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓട്ടോമേഷൻ ട്രിഗർ ആവുള്ളൂ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോമേഷൻ എക്സിക്യൂട്ട് ആകുമെന്നൊരു പേടി വേണ്ട. നമ്മളുടെ കീവേഡ് DMCC എന്നുള്ളതാണ്. സേവ് ട്രിഗർ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മളുടെ കീവേഡ് DMCC എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ DMCC എന്ന് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം എക്സിക്യൂട്ട് ആവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ സേവ് ചെയ്യണം. അതിനുശേഷം പബ്ലിഷ് ചെയ്യുക. വർക്ക് ഫ്ലോ എപ്പോഴും പബ്ലിഷ് ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവത്തുള്ളൂ. എന്നിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് എലോ റീ എൻട്രി എന്ന് പറയുന്നത് ഇനേബിൾ ചെയ്ത് വെക്കുക. കാരണം ചില ആൾക്കാരെ ഒന്ന് നോക്കി പോയിട്ട് പിന്നെ വീണ്ടും അവർ മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് അവിടെയും എക്സിക്യൂട്ട് ആകണം. സോ എലോ റീ എൻട്രി, ദെൻ സേവ്. ഇപ്പൊ നമ്മളുടെ ഒരു ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതൊരു ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ കൂടെ വേണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ഫോമിന്റെ ലിങ്കാണ് അയച്ചു കൊടുക്കുന്നത്. അതുവരെയുള്ള ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ഫോം അയച്ചു കൊടുത്തതിന് ശേഷം അവരുടെ ഡാറ്റ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതാണ് നമുക്കിനി അടുത്ത വാട്സാപ്പിന്റെ ഫോളോ അപ്പും സെയിൽസ് പൈപ്പ് ലൈനിന്റെ പ്രോസസ്സും നടക്കുന്നത് ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ തന്നെ ഒരു വർക്ക് ഫ്ലോ വേണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക്. എന്നിട്ട് പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. അതിനൊരു പേര് കൊടുക്കുക, DM കോഴ്സ് ഫോർ കമ്പനീസ് ലീഡ് ഫോം സബ്മിഷൻ. ഓക്കെ, വേണമെങ്കിൽ കീവേഡ് നിങ്ങൾ ആഡ് ചെയ്തോ DMCC. എന്നിട്ട് ഇവിടെ നമ്മുടെ ട്രിഗർ എന്ന് പറയുന്നത് ഈ ഫോം ഒരാൾ നിറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓട്ടോമേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ ക്ലിക്ക് ആഡ് ന്യൂ ട്രിഗർ. എന്നിട്ട് ഫോം സെലക്ട് ചെയ്യുക. ഫോം സബ്മിറ്റഡ് DM കോഴ്സ് ഫോർ കമ്പനീസ്. അപ്പോൾ ഫോം സബ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഏത് ഫോം എന്നുള്ളതാണ് ഫോം. ആ ഫോമിന്റെ പേര് നമുക്കിവിടെ സെലക്ട് ചെയ്യണം. DM കോഴ്സ് ഫോർ കമ്പനീസ് ലീഡ് ഫോം. ഈ ഫോം ആൾക്കാർ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനി ഫർദർ അടുത്ത സ്റ്റെപ്പുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. അതെന്തൊക്കെയാണ്? ഒന്ന്, ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കണം. അത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ പൈപ്പ് ലൈനിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ CRM-ലേക്ക് ഡാറ്റ സേവ് ആകുന്നത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ബൈ ഡിഫോൾട്ട് ആയിക്കോളും. പക്ഷേ പൈപ്പ് ലൈനിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മളിവിടെ ഓട്ടോമേഷൻ വഴി ചെയ്യണം. So click add and select create update opportunity.
ഓക്കെ, ക്രിയേറ്റ് അപ്ഡേറ്റ് ഓപ്പർച്യൂണിറ്റി, എന്നിട്ട് പൈപ്പ് ലൈൻ സെലക്ട് ചെയ്യുക. സോ DM കോഴ്സ് ഫോർ കമ്പനീസ്, ഈ പൈപ്പ് ലൈനിലാണ്, ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പൈപ്പ് ലൈൻ. ഇവിടെയാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളത്. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. ഈ വർക്ക് ഫ്ലോന്റെ പേര് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്ക് ഫ്ലോന്റെ പേര്, പേസ്റ്റ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മളുടെ വർക്ക് ഫ്ലോസ്. അപ്പൊ നാളെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് വർക്ക് ഫ്ലോസ്. ഓക്കെ, സോ കം ബാക്ക്. സോ ഇവിടെ ഫോം സബ്മിറ്റ് ചെയ്ത സമയത്ത് പൈപ്പ് ലൈനിൽ ആഡ് ചെയ്യണം. ഓക്കെ, സോ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി പൈപ്പ് ലൈൻ സെലക്ട് ചെയ്യുക, DM കോഴ്സ് ഫോർ കമ്പനീസ്. അതിനുശേഷം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ന്യൂ ലീഡ് ആണ്. ന്യൂ ലീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയ ലീഡ് വരുമ്പോൾ നമ്മളുടെ ആ ലീഡ് പോകേണ്ടത് സ്റ്റേജ് 1 അത് യൂഷ്വലി ന്യൂ ലീഡ് ആണ്. എന്നിട്ട് ഓപ്പർച്യൂണിറ്റി നെയിം എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ പേര് കൊടുക്കുക എന്നുള്ളതാണ്. സോ പേര് നിങ്ങൾക്ക് കോൺടാക്ട് നെയിം കൊടുക്കാം, പ്ലസ് ഓർഗനൈസേഷൻ, കമ്പനി നെയിം കൊടുക്കാം. ഓക്കെ, അപ്പൊ കോൺടാക്ട് നെയിമും കമ്പനി നെയിമും ആയിരിക്കും ഓപ്പർച്യൂണിറ്റിയിൽ വരിക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും രമേഷ് കുമാർ ഫ്രം നോക്കിയ, ആ പേര് ഇവിടെ ആ ഓപ്പർച്യൂണിറ്റിയിൽ കാണാൻ പറ്റും. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കത് ഡാറ്റ മാനേജ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണ്, അതിവിടെ കൊടുക്കുക. ലീഡ് വാല്യൂ, കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. ഓപ്പൺ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ലെറ്റ്സ് അലോ ആൻഡ് സേവ്. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡാറ്റ ഈ പൈപ്പ് ലൈനിലേക്ക് ആഡ് ആവും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ദെൻ ലെറ്റ്സ് ആഡ് വാട്സാപ്പ് നൗ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ആ ഫോളോ അപ്പ് മെസ്സേജ് പോകണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ വാട്സപ്പ് സ്റ്റെപ്പ് എടുക്കുക. വാട്സപ്പ് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഏത് ടെംപ്ലേറ്റ് മെസ്സേജ് ആണോ ക്രിയേറ്റ് ചെയ്തത്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, DM കോഴ്സ് ഫോർ കമ്പനീസ് ഫോളോ. ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ ഈ മെസ്സേജ് വരും, താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ്, കമ്പനികൾക്ക് വേണ്ടിയുള്ള 3 മാസത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സും താല്പര്യം കാണിച്ചതിന് നന്ദി, സോയൻസോ സേവ് ആക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ 2 സ്റ്റെപ്പും നടക്കാനുള്ള പൈപ്പ് ലൈനും തയ്യാറായി. ഇനി വേണ്ടത് പബ്ലിഷ്, ഗോ ടു സെറ്റിംഗ്സ്, അലോ റീ എൻട്രി ആൻഡ് പബ്ലിഷ് ആൻഡ് സേവ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഈ 2 ഓട്ടോമേഷനും ലൈവ് ആയിട്ടുണ്ട്. ഈ 2 ഓട്ടോമേഷനും വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സുകളും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഡൺ. ഇനി നമുക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ DMCC എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇനി കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കണം, മാർക്കറ്റിലേക്ക് എത്തിക്കണം. എന്നിട്ട് അവര് ആ കീവേഡ് നമ്മളിലേക്ക് ടൈപ്പ് ചെയ്ത് താല്പര്യമുള്ളവർ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് ചെയ്യാം. സോ ഞാനിവിടെ ഒരു പോസ്റ്റർ എടുക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ്. Okay. So, mhm. 3 months, daily 1 hour, live and recorded, expert faculties, lifetime
validity, CRM included for 1 year. ഓക്കെ, അപ്പോൾ ആ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇവിടെ കുറച്ച് ഇത് കൊടുത്തു പോസ്റ്ററിൽ. ഓക്കെ, മെസ്സേജ് മീ ഇൻ ഇൻസ്റ്റാഗ്രാം BMCC. Type limited seats. സോ ഇത് നിങ്ങൾ മെസ്സേജ് കൊടുക്കുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. തൽക്കാലം നമുക്കിതിപ്പോൾ ഇങ്ങനെ ചെയ്യാം. DM me in Instagram, അല്ലെങ്കിൽ മെസ്സേജ് DMCC in Instagram. ഓക്കെ, അപ്പൊ ഇതൊരു കീവേഡ് ആണ്. അപ്പൊ ഈ ഒരു കീവേഡ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ലോഗോ ഒക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി പോസ്റ്റർ ഡിസൈൻ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആക്കാം. പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത്രയും മതി ഈ ഒരു പർപ്പസിന്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ്, 3 months daily, 1 hour, live and recorded as per the lifetime validity. Okay, so message DMCC in Instagram for more details. നമുക്കൊരു ഏരവും കൂടെ കൊടുക്കാം. ഈ ഏരോ കൊടുക്കുന്നത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഏരോ കൊടുക്കുന്നത്. ദെൻ ഫോണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സീംസ് ഗുഡ്. ഇത് മതി, ഇത്രയും മതി. ഈ കളറൊക്കെ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഒരു വേറെ ദിസ് ഇസ് ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യുക. ഈ ഇമേജ് എക്സ്പോർട്ട് ചെയ്യാൻ okay, this looks better.
Okay, I'm okay with this, but this one seems. So export this, export as PNG, download. DMCC keyword. Okay. Now go to your Instagram, create post, upload the image, click next, next. 3 months digital marketing course for companies. Live and recorded sessions. For more details, DM me, DMCC to me in Instagram. See you there. Digital marketing course. All right. So DMCC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ആവും. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ കമ്പനീസ് 3 hours, ഡെയിലി 1 hour, ലൈവ് ആൻഡ് റെക്കോർഡഡ്, എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, ലൈഫ് ടൈം വാലിഡിറ്റി, CRM included for 1 year. മെസ്സേജ് DMCC in Instagram for more details. ഒന്നും കൂടെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ക്യാൻവയിൽ പോയിട്ട് നമ്മളുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് DMCC തന്നെയാണ്. നമുക്ക് ഓട്ടോമേഷനിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഫ്ലോ, കാരണം ഒരിക്കൽ നമ്മൾ പബ്ലിക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ചിലപ്പോൾ കുറെ എൻക്വയറീസ് വരാനുള്ള ചാൻസ് കൂടും ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷനിൽ. സോ DM കോഴ്സ് ഫോർ കമ്പനീസ്, ലീഡ് ഫോം സബ്മിഷൻ. ഇതല്ലല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് DM കോഴ്സ് ഫോർ കമ്പനീസ് ഇൻസ്റ്റാ ഓട്ടോമേഷൻ. ഓക്കെ, ഇതിനകത്ത് ലെറ്റ്സ് ഡു വൺ തിങ്. ഇവിടെ നമുക്കൊരു ഒരു സീരിയൽ നമ്പർ കൊടുക്കാം. DMCC ഫോർ കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആദ്യം കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് DMCC തന്നെയാണ്. ഓക്കെ, ഫൈൻ, പെർഫെക്റ്റ്. സോ നമ്മളിവിടെ ഒരു സീരിയൽ നമ്പർ കൊടുത്തു, DMCC എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. കാരണം നമുക്കിപ്പോൾ 2 ഓട്ടോമേഷൻ ഉണ്ട്. അതിൽ ഏതാണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പേര് മാറ്റി. ഇനി നമുക്ക് ഒരു ഓട്ടോമേഷനും കൂടി ഉണ്ട് DMCCയുമായി കണക്ട് ചെയ്തിട്ട്. അപ്പൊ അതിൻ്റെയും കൂടെ പേരിൽ ചെറിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാം. ഇതിനകത്തും ഒരു പേരിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാം. നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കാം. 2 എന്ന് പറയുന്ന സീരിയൽ നമ്പർ കൊടുക്കാം. അപ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് ഏതാണ് ആദ്യത്തെ വർക്ക് ഫ്ലോ എന്ന് നമുക്ക് പിന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. സോ ആ പേര് ഇവിടുന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇതാണ് വർക്ക് ഫ്ലോസ്. ഡൺ, സേവ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അത് പോസ്റ്റ് ഷെയർ ചെയ്യാണ്. ഷെയർ. ഇപ്പൊ ഇത് ലൈവായി. ഇപ്പൊ നമ്മളുടെ ഈ പോസ്റ്റ് ലൈവായി. ഇത് കാണുന്ന ആൾക്കാർക്ക് DMCC എന്ന് വന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോമേഷൻ എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഇത് കണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വർക്ക് ഫ്ലോയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഈ DMCC എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കൂ. നമുക്ക് ഈ ഓട്ടോമേഷൻ എക്സിക്യൂട്ട് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു the first workflow. Okay, എൻറോൾമെന്റ് ഹിസ്റ്ററി ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ശ്രുതി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ശ്രുതി ഇവിടെ എൻറോൾമെന്റിൽ വന്നു. അപ്പോൾ ശ്രുതിയുടെ ഡീറ്റെയിൽസ് വർക്ക് ഫ്ലോയിൽ ആഡ് ചെയ്തു, കോൺടാക്ട് ടാഗ് ആഡ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു.
എന്നിട്ട് നമ്മൾ വെയിറ്റിംഗ് 1 അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 1 അവർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത മെസ്സേജും കൂടെ ശ്രുതിക്ക് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നതിൽ നമുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ശ്രുതി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രുതി DMCC എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഓട്ടോമാറ്റിക്കലി ഇവിടെ റിപ്ലൈ പോയി, ഹലോ ശ്രുതി, കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് താല്പര്യം കാണിച്ചതിന് നന്ദി, ഡീറ്റെയിൽസ് ശ്രുതിക്ക് നമ്മൾ അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ഓട്ടോമേഷൻ അവിടെ എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് വേണ്ടത് ശ്രുതിക്ക് ഒരു മെസ്സേജ് റിപ്ലൈ കൊടുത്തു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ശ്രുതി അതിന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത മെസ്സേജ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അയക്കുന്നുണ്ട്. അല്ല, ശ്രുതി റെസ്പോണ്ട് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഒരു റിമൈൻഡറും കൂടെ അയക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഇവിടുന്ന് ഫോം ഫില്ല് ചെയ്യാണ്. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സും കൂടെ എക്സിക്യൂട്ട് ആവും. അപ്പൊ നമുക്കിനി ശ്രുതി അടുത്ത വർക്ക് ഫ്ലോയില് ഇപ്പോ ബിദുൻജിയും ഇപ്പൊ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ബിദുൻജിയുടെ ഡീറ്റെയിൽസ് കൂടെ കാണാം. ഓക്കെ, 2 പേര് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് ഫ്ലോയിൽ ഫോം ആരെങ്കിലും ഫില്ല് ചെയ്തു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഗോ ടു ദ സെക്കൻഡ് വർക്ക് ഫ്ലോ. സെക്കൻഡ് വർക്ക് ഫ്ലോന്റെ എൻറോൾമെന്റ് ഹിസ്റ്ററിയിൽ ആരുമില്ല. അപ്പൊ ആ ഫോം ഇതുവരെ ഈ 2 പേരും ഫില്ല് ചെയ്തിട്ടില്ല. ആ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇങ്ങനെയാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ആരെങ്കിലും ഫോം ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ള ലിങ്ക് എവിടെ കിട്ടുക? ഫോം എവിടെ കിട്ടുക ലിങ്ക്? കണ്ടില്ല. ആ ഫോം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ആ വന്നിരിക്കുന്ന മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് ആ മെസ്സേജിലുണ്ട്. കണ്ടില്ലേ? ഈ മെസ്സേജ് ഉണ്ട്, ലിങ്ക് കണ്ടോ? നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജിൽ ആ ലിങ്ക് ഉണ്ട്. അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അത് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ശ്രുതി മെസ്സേജ് ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രുതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ശ്രുതിനെ വർക്ക് ഫ്ലോയിൽ ആഡ് ചെയ്തു, ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, റിമൂവ് ചെയ്തു, എന്നിട്ട് വർക്ക് ഫ്ലോന്ന് റിമൂവ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് ഇപ്പൊ മെസ്സേജ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആ ഫോളോ അപ്പ് മെസ്സേജ് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ശ്രുതിക്ക് പോയ മെസ്സേജും, കാരണം ഇപ്പോ ശ്രുതിക്ക് പോയിരിക്കുന്ന മെസ്സേജ് വാട്സപ്പിലാണ് പോയിരിക്കുന്നത്. ഇതാണ് ശ്രുതിയുടെ കോൺടാക്ട്. ശ്രുതിയുടെ കോൺടാക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ശ്രുതിക്ക് പോയിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ശ്രുതിക്ക് ലാസ്റ്റ് പോയിരിക്കുന്ന മെസ്സേജ്. താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ്, കമ്പനികൾക്ക് വേണ്ടിയുള്ള 3 മാസത്തെ. ഇതിലെന്തോ ഒരു എറർ പറ്റിയിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് അൺഡെലിവറബിൾ, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഐ തിങ്ക് ശ്രുതി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ചിലപ്പോൾ ഇനി വേറെ ആയിരിക്കുമോ എന്നറിയില്ല. പക്ഷെ ഇത് മെസ്സേജ് ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ എവിടെയോ ഉണ്ട്, ഡെലിവർ ആവാത്തത്. മേ ബി അത് വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും. ബട്ട് ടെക്നിക്കലി ദ മെസ്സേജ് ഹാസ് ബീൻ ഗോൺ ഫ്രം ഹിയർ. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് സെയിൽസ് ഓപ്പർച്യൂണിറ്റിയിൽ DM കോഴ്സ് ഫോർ DM കോഴ്സ് ഫോർ കമ്പനീസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ശ്രുതി ഫോം ഫില്ല് ചെയ്തപ്പോൾ ശ്രുതിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ശ്രുതി യോഗമിത്ര, ശ്രുതിയുടെ പേരും കമ്പനിയുടെ പേരുമാണ് ഇവിടെ വന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ശ്രുതിയുടെ ഫോം ഫില്ല് ചെയ്തു, ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ പ്രോസസ്സും ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കീവേഡ് വന്നതിലൂടെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാനുള്ള പ്രോസസ്സും ടാഗിങ്ങും എല്ലാം. അപ്പൊ ഇതിനാണ് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് വളരെ
ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്ററിനെ പെയ്ഡ് നമ്മൾ ബൂസ്റ്റ് ആഡ് ആക്കിയിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ആ പരസ്യം കാണുന്ന ആൾക്കാരെല്ലാം നമുക്ക് വന്നിട്ട് DMCC എന്ന് പറയുന്ന മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ ഓട്ടോമേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ഒരു സീക്വൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മളിടയ്ക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ വന്ന വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ പോലെ വീക്ക്ലി 1 എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ ഡെയിലി 1 എന്ന് പറഞ്ഞിട്ട് അയക്കാം, അല്ലെങ്കിൽ പുതിയ വീഡിയോ എപ്പോൾ വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ പ്രോസസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു. ഇത് ഈ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇപ്പോൾ കണ്ട ഈ പ്രോസസ്സ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.